സംസ്ഥാനത്ത് വേനൽ മഴയുടെ ശക്തി കുറയുന്നു. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. ആലപ്പുഴയിലും എറണാകുളത്തും നാളെയും മറ്റന്നാളും യെല്ലോ മുന്നറിയിപ്പുണ്ട്. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട റമാൽ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും. സൂര്യഗായത്രി തിരുവനന്തപുരത്ത് നിന്ന് തുടരുന്നുണ്ട്. സൂര്യ, എല്ലായിടത്തും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. എങ്കിലും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം എന്തൊക്കെ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്? ലിബീഷ്, ഇന്ന് 4 ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. ഈ കേരള തീരത്തിന് മുകളിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴ ശക്തമാകാൻ കാരണമായിട്ടുണ്ടായിരുന്നത്. ആ ശക്തിയാണ് ഇപ്പോൾ കുറഞ്ഞിട്ടുള്ളത് എന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ പല സ്ഥലങ്ങളിലും ഈ വലിയ രീതിയിലുള്ള കാറ്റൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയിൽ ജില്ലയിൽ മാത്രം 41 വീടുകൾ ഭാഗികമായിട്ട് തകർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. 4 വീടുകൾ പൂർണ്ണമായിട്ടും തകർന്ന സാഹചര്യമുണ്ട്. പല വീടുകളുടെയും മേൽക്കൂരൊക്കെ ഇളകി വീഴുന്ന സാഹചര്യമുണ്ട്. അത്തരത്തിലൊക്കെയുള്ള സാഹചര്യം കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശമാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അതായത് വീടുകളിൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അത് കൃത്യമായിട്ട് അധികൃതരുമായി പറയുകയും സുരക്ഷിത സ്ഥാനത്തേക്ക് ആളുകൾ മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശവും പൊതുജനങ്ങൾക്കായിട്ട് നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ന് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. ഇനി ഒരു അറിയിപ്പ് ലഭിക്കുന്നത് വരെ കേരള തീരത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. മലയോര മേഖലകളിലേക്കും തീരദേശ മേഖലകളിലേക്കുമുള്ള സഞ്ചാരം ഒഴിവാക്കിയിട്ടുണ്ട്. അവശ്യയാത്രകൾ ഒഴികെ മറ്റ് യാത്രകളൊക്കെ തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് നിർത്തിവെക്കണം എന്ന ഒരു മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും മഴയുടെ ശക്തി ജില്ലയിൽ എല്ലായിടത്തും തന്നെ കുറയുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ നേരിയ രീതിയിലുള്ള മഴ എല്ലായിടത്തും ലഭ്യമാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ മുൻപ് തന്നെ കാലവർഷം സംസ്ഥാനത്ത് എത്തുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. 31 കൂടി കാലവർഷം സംസ്ഥാനത്തെ എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. ലിബീഷ്. ശരി സൂര്യ.